الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن دينه ذلكم وصاكم به لعلكم تتقون. സ്നേഹബഹുമാനമുള്ള അനുഗ്രഹീതമായ സദസ്സിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് ഫാദിൽ ഫൈലി, ഇവിടെ ദുആ നിർവഹിച്ച ബഹുമാന്യനായ ലുക്മാൻ ഫൈസി, ഈ മഹത്തായ പരിപാടിയിൽ സ്വാഗത പ്രഭാഷണം നടത്തിയ മുഹമ്മദ് ഫാരിസ് കെ, വേദിയിലുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ, നമ്മുടെ ഈ പരിപാടി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ വെള്ളിയാമ്പുറം ശാഖ പ്രവർത്തകരെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, മുഴുവൻ ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടി സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു തരട്ടെ. ഈ ഒരു നല്ല പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഷാവറ അംഗമായിരുന്ന മരക്കാർ ഉസ്താദിൻ്റെ പേരിൽ ഒരു അനുസ്മരണം, അതോടനുബന്ധിച്ചു കൊണ്ടുള്ള ഒരു പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ സഹകരിച്ച അധ്വാന ഭാരങ്ങളൊക്കെ പങ്കിട്ട എല്ലാ നല്ലവരായ ദീനീ സ്നേഹികൾക്കും അല്ലാഹുവേ നീ അർഹതപ്പെട്ട പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞാൻ ആമുഖങ്ങളൊന്നും നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മരക്കാർ ഉസ്താദിനെക്കുറിച്ച് എന്നെക്കാളേറെ അറിയുന്നവരായിരിക്കാം ഒരു പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ. അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ വളരെ മനോഹരമായി ഉസ്താദിനെ ഇവിടെ അനുസ്മരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പ്രകാശങ്ങളാണ്, അഥവാ അൽ ഉലമാ സുറുജുൽ അസ്മിന, കാലഘട്ടത്തിൻ്റെ പ്രകാശഗോപുരങ്ങളാണ് പണ്ഡിതന്മാർ എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണത്. ഓരോ കാലഘട്ടത്തിലും പ്രകാശം പരത്തുന്ന പണ്ഡിതന്മാരുണ്ടാവും. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ 4 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. മുത്തുനബി തങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖിവാമുദ്ദുന്യ ബി അർബഅത്തി അഷ്യാ, 4 കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ. നമ്മുടെ ഈ സ്റ്റേജ് ഇപ്പോൾ 4 തൂണുകളിൽ നിൽക്കുന്നത് പോലെ, നമ്മൾ സാധാരണഗതിയിലൊരു മേശ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ 4 തൂണിലാണ് നിർത്തുക. പൊതുവേ 4 തൂണുകൾ 4 മൂലകൾ എന്നാണ് പറഞ്ഞു വരാറുള്ളത്, കൂടുതലുണ്ടാകാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ ഖിവാമുദ്ദുന്യ, ഈ ദുന്യാവിൻ്റെ നിലനിൽപ്പ്, ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ 4 കാര്യങ്ങളിലാണ്. ബി അർബഅത്തി അഷ്യാ, 4 കാര്യങ്ങളിലാണ് ലോകം നിലനിൽക്കുന്നത്. ആ 4 കാര്യങ്ങളില്ലെങ്കിൽ ലോകമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തെ പിന്നെ നിലനിർത്തുകയില്ല. അള്ളാഹുവിൻ്റെ പുണ്യ തിരുദൂതർ പറഞ്ഞു,
ആ 4 കാര്യങ്ങളിൽ ഒന്ന് ബി ഇൽമിൽ ഉലമ, ഈ പണ്ഡിതന്മാരുടെ ഇൽമാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇൽമുള്ള മനുഷ്യൻ ഇവിടെ ഇല്ലാതാകുമ്പോൾ ക്രമത്തിൽ ലോകം നശിക്കും. കാരണം ദീൻ എന്താണെന്ന് പഠിക്കാൻ ആളുകൾക്ക് അവസരം നിഷേധിക്കപ്പെടുകയാണ്, ദീൻ അറിയുന്ന പണ്ഡിതനില്ലാതെ പോയാൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ മരണം ലോകത്തിൻ്റെ മരണമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്ന് പറയാൻ കാരണം, ഇരുത്തം വന്നൊരു പണ്ഡിതൻ മരിച്ചാൽ അങ്ങനെയുള്ള പണ്ഡിതർ മരിച്ചു പോകുമ്പോൾ ലോകം അങ്ങ് മരിച്ചു പോകും. അപ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിലെ സുപ്രധാന 4-ൽ 1, അല്ലെങ്കിൽ ലോകത്തെ നിലനിർത്തുന്ന 4 തൂണുകളിൽ 1 അള്ളാഹുവിൻ്റെ ആലിമീങ്ങളാണ്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ കാര്യമാണ്, കെട്ടുകഥയല്ല ഞാൻ പറയുന്നത്. വബി സഹാവത്തിൽ അഗ്നിയാ, സമ്പന്നരായ ആളുകളുടെ ഉദാരമായ സംഭാവനകൾ കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു ധനം തന്നയാളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഈ സ്റ്റേജ് കെട്ടാനും മൈക്കൊരുക്കാനും അനുബന്ധ സംവിധാനം ഒരുക്കുവാനും സഹായം കൊടുത്തില്ല എങ്കിൽ ഈ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരാലിമിൻ്റെ അനുസ്മരണം ഇവിടെ നടക്കാൻ അതിനുവേണ്ടി പണം കൊടുത്ത കുറേ ആളുകൾ ഈ ചുറ്റുവട്ടത്തിൽ കുട്ടികൾ പിരിവ് ചോദിച്ചപ്പോൾ കൊടുത്തവരുണ്ടാവും. അള്ളാഹുവേ, നീ അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ആമീൻ പറഞ്ഞോളൂ. ആൾക്കാർ കിട്ടണം. കൊടുക്കാത്തവനും ആമീൻ പറയണം, കാരണം കൊടുത്തവനും കിട്ടുമല്ലോ. ദീൻ അങ്ങനെയാണ്. ആ തരത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പള്ളി കെട്ടാൻ, മദ്രസ കെട്ടാൻ, ഒരു ദീനിയായ പ്രവർത്തനത്തിൻ്റെ ചലനം അവിടെ നടക്കണമെങ്കിൽ പണം വേണം. അതിനുവേണ്ടി അള്ളാഹു അനുഗ്രഹിച്ച് പണം കൊടുത്ത ധനവാന്മാരായ അഗ്നിയ എന്ന ഹദീസിൽ പറഞ്ഞ ആളുകൾ കൈ അയച്ച് സംഭാവന കൊടുക്കാതെ ഒരു സംഗതിയും ദുന്യാവിൽ നടക്കൂല. ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ രണ്ടാമത്തെ ഘടകം അതാണ്. മൂന്നാമത്തേത് ബി അദിലിൽ ഉമറാ, നാട്ടുനായകന്മാരുടെ നീതി, അധികാര. മുസ്ലിമായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടവരൊക്കെ നിങ്ങളുടെ നാടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടല്ലോ, ജീവൻ നഷ്ടപ്പെട്ടു പോയവരുണ്ടല്ലോ. ആ രീതിയിൽ ഒരിക്കലും ഇസ്ലാമിനെ വായിക്കാനാവും